ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറേ ദിവസങ്ങളായി. അന്നപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വാത്തേൻ്റെ കുഞ്ഞൊക്കെ വലുതായോ, അതുപോലെ തന്നെ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് എന്തായി, അങ്ങനെയൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിനെയൊക്കെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. അന്നപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മളെ കോഴിക്കോട് എല്ലാം വെച്ചൊരു ഷെഡിലാണ്. അന്നപ്പോൾ ഇവിടെ നമ്മളെ സുന്ദരി പെണ്ണ് ഇവിടെ നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാ കോഴിയൊക്കെ പുറത്താണ് കേട്ടോ. നമ്മളെ ഇത് ഗുസ്റ്റക്കിൻ്റെ ഒക്കെ കൂട് നമ്മൾ ഇവിടെയാണ് വെച്ചത്, വാത്തേൻ്റെ. അപ്പോൾ ഇതിലാണ് നമ്മൾ ആ മക്കളെയും 3 തള്ളമാര് ഇടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ കൂടാണിത്. ആഫ്രിക്കൻ ലവ് ബേർഡ്സ് കുറേ പേര് ചോദിച്ച് മുട്ട ഇട്ടിട്ട് വിരിഞ്ഞോ അപ്പോൾ മുട്ട ഇട്ട് കിടക്കുകയാണ്, ഇപ്പോഴും വിരിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ ഈ കൂടിൻ്റെ മേലെ നമ്മളെ കോഴി മുട്ട ഇട്ട് അടയിരിക്കുന്നുണ്ട്. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് കോഴി മുട്ട ഇട്ട് അടയിരിക്കുന്നത്. നമ്മൾ ആദ്യം ഒരു വട്ടം നമ്മളെ കോഴി ഇവിടെ മുട്ടയിട്ട് വിരിഞ്ഞ് അന്നപ്പോൾ ഈ കോഴി ഇതിൻ്റെ മേലെ ചാടി കയറുമ്പോൾ നമ്മളെ കൂടും ബ്രീഡിംഗ് ബോക്സും ഒക്കെ ഇളകും. അങ്ങനെയാണ് നമ്മളെ മുട്ട കേട് വന്നു പോകുന്നത്. അതാണ് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് വിരിയാത്തത്. എന്നപ്പോൾ ഈ കൂട് പെടുന്നൊന്ന് മാറ്റണം എന്നൊക്കെ ഉണ്ട്, മാറ്റി നോക്കാം. അതുപോലെ തന്നെ നമ്മൾ 2 ദിവസം മുന്നേ ഒരു ഗിനിപ്പിഗിനെ വാങ്ങിച്ചിരുന്നു. നമ്മൾ വൈറ്റ് ഗിനിപ്പിഗിനെ വാങ്ങിച്ചില്ല. അത് നമ്മൾ കണ്ടപ്പോൾ ഒരു രസം തോന്നി വാങ്ങിച്ചതാണ്. എന്നപ്പോൾ അതിനിപ്പോൾ ഞങ്ങളിവിടെ കുക്കുംബറും ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തതാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പുല്ലൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ അതൊക്കെയുള്ളൂ. ഇപ്പോൾ ഇവിടെ നമുക്കിനി പുറത്തേക്ക് പോയി നോക്കാം. പുറത്താണ് ബാക്കിയുള്ള എല്ലാം. നമ്മൾ ഇവിടെ അവിടെ ഒരു കോഴിയുണ്ട്. ഇവിടെ നമ്മളെ കാപ്പിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മുറ്റത്തെ കുളമൊക്കെ ആകെ പായലൊക്കെ വെച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റായി കിടക്കുകയാണ്. ഇപ്പോൾ ഇതിൽ നിറച്ചും ഗപ്പിയാണ്. നമ്മൾ ആദ്യം ഇട്ടത് ഗോൾഡ് ഫിഷിനൊക്കെ ആയിരുന്നു. അപ്പോൾ ഗോൾഡ് ഫിഷിനൊക്കെ മാറ്റി ഗപ്പിനൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ താറു ഇവിടേക്ക് വന്നിട്ടുണ്ട്. താറു ബാ, ഇതാണ് നമ്മളെ താറു. ആദ്യത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ താറാവ് ഒരു 5-6 ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ നമ്മൾ വിറ്റ് ഇപ്പോൾ 2 എണ്ണം മാത്രമേ ഉള്ളൂ താറാവ്. കിക്കോ ഇത് അവിടെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോയ സമയത്ത് നമ്മളെ 4 ഗോസ്റ്റക്കും നമ്മളെ ഷെഡിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. അതിൽ നമ്മളെ ഇതാണ് നമ്മളെ ഗോസ്റ്റക്കിൻ്റെ മക്കള്. ഇപ്പോൾ ഒരു 3 മാസമൊക്കെ ആയി. പിന്നെ നമ്മളെ ടർക്കി കോഴി എഗ്ഗ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് മുട്ടയിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അട വെക്കാൻ പറ്റിയാൽ വെക്കണം. ഇപ്പം ഇത് എല്ലാവരും പറയുന്നത് ടർക്കി കോഴി കാട്ടിലൊക്കെ പോയി മുട്ട ഇടുകയാണെന്നാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ കൂട്ടിൽ തന്നെ കയറി മുട്ട ഇടുന്നുണ്ട്. ഇതാണ് ടർക്കി കോയിൻ്റെ കൂട്. എന്നപ്പോൾ ടർക്കി കോയിൻ്റെ കൂട് ലേശം ചെറുത്. അന്നപ്പോൾ അതിൽ നിന്ന് തിരിയാനുള്ള സ്ഥലമല്ല. അങ്ങനെയാണ് അതിൻ്റെ വാലൊക്കെ കൊഴിഞ്ഞു പോയത്. പിന്നെ നമുക്ക് ഇക്കൂടൊക്കെ ഒന്ന് പൊളിഞ്ഞിട്ടുണ്ട്. എന്നപ്പോൾ ഇക്കൂടൊക്കെ ഒന്ന് വലിയതാക്കിയിട്ട് നമുക്ക് വാത്തേനൊക്കെ ഇതിലേക്ക് ആക്കണം എന്നുണ്ട്. അതുപോലെ തന്നെ അത് ടർക്കി കോഴിക്ക് കൊടുക്കണം. അങ്ങനെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. അത്രയൊക്കെയാണ് ഇതിൽ കാണാനുള്ളത്. ഇനി നമുക്ക് മീനിൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കാം. തരൂ ബാ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ മീൻ കുളം. അപ്പോൾ മീൻ കുളത്തിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കുളം എന്ന് പറയുന്നത് വലിയൊരു കുളമായിരുന്നു. അപ്പോൾ നമ്മൾ ഫുള്ള് അതിൽ ഫ്ലാറ്റീനായിരുന്നു വളർത്തിയത്. അത് നമ്മൾ 2 എണ്ണാക്കി. അതുപോലെ തന്നെ ഈ കുളം 1ആയിരുന്നു. അതിൽ താറാവിനും ഒക്കെ കുളിക്കാൻ വേണ്ടി ഒരു കുളമാക്കിയതായിരുന്നു. എന്നപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി 2 എണ്ണാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ എക്സ്ട്രാ ഒരു കുളം കൂടി ഉണ്ടാക്കി. അതുപോലെ തന്നെ നമ്മൾ താറാവിനൊക്കെ കുളിക്കാൻ വേറൊരു ബേസം വെച്ച് കൊടുത്തതാണ്. നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് മറച്ചിട്ട് ബേസം വെച്ചതാണ്. അല്ലെങ്കിൽ താറാവൊക്കെ കുളത്തിലിറങ്ങി മീനൊക്കെ പിടിക്കും. അതുപോലെ തന്നെ ഇതിൽ വെറൈറ്റി നമ്മൾ മീനെയും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ആ കുളത്തിലിട്ടത് ഫുള്ള് ഫ്ലാറ്റിയാണ്. നമ്മൾ ആദ്യം ഉള്ള ഫ്ലാറ്റിനൊക്കെ കൊടുത്ത് ഫുള്ള് വേറെ ബ്രീഡിങ്ങിന് വേണ്ടി നമ്മൾ കുറച്ച് ഫ്ലാറ്റിനെ ഇറക്കി. അതുപോലെ തന്നെ ഇപ്പുറത്ത് നമ്മൾ ഹൈബ്രിഡ് കുറച്ച് ഗപ്പി കൊണ്ടുവന്നിട്ട് അത് മിക്സഡ് ആക്കിയിട്ടതാണ്. അതുപോലെ തന്നെ ഈ കുളത്തിൽ നമ്മൾ ഗൗരാമീനെ കുറച്ച് കൊണ്ടിട്ടതാണ്. നമ്മൾ കുറച്ച് ഗൗരാമീനൊക്കെ ഇതിൽ കൊണ്ടിട്ടിട്ടുണ്ട്. നമ്മൾ ഇതിൽ കുറച്ച് മിക്കി മൗസിനെ കൊണ്ടിട്ട് അത് കുറേ ഒരു 2-3 മാസമായി നമ്മൾ കൊണ്ടിട്ടിട്ട്. ഇപ്പോൾ അത്യാവശ്യം ബ്രീഡൊക്കെ ആയി കുറേ മക്കളൊക്കെ ഇതിലുണ്ട്. പിന്നെ ഇപ്പുറത്തെ കുളത്തിൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് മറ്റേ ടെക്സ്റ്റോ വൈറ്റാണ്. അതും അത്യാവശ്യം മക്കളൊക്കെ ആയി അത്യാവശ്യം ഉണ്ട് ഇതിൽ.
പിന്നെ നമ്മളെ അലിഗേറ്റർകാരനൊക്കെ ഇട്ട ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അലിഗേറ്റർകാരൊക്കെ ചത്തുപോയി കുറേ മുന്നേ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ കുളമൊക്കെ നമ്മൾ പൊളിച്ച്. പിന്നെ ഇവിടെ കുറച്ച് ഗപ്പിണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ മീനുള്ളത്. അപ്പോൾ ബാക്കിയൊക്കെ നമ്മളെ അടുത്തുനിന്ന് പോയി. പിന്നെ നമ്മൾ ഇനിയും മീനെ വാങ്ങിയിട്ടിടുന്ന ഒക്കെ ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക.